നബിയില്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അലൈഹിമുസ്സലാത്തു വസ്സലാം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അസൂയക്കാരുടെയും എതിരാളികളുടെയും സ്വന്തം സഹോദരന്മാരുടെയും എല്ലാ മർദ്ദനങ്ങളും അതുപോലെ അസൂയയുടെ പേരിലുള്ള പീഡനങ്ങളും എല്ലാം അനുഭവിച്ച് അവസാനം പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തിന്റെ ഭരണാധികാരം നൽകി, ഉന്നതമായ പദവി നൽകി. അതോടുകൂടെ തന്നെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ പൊട്ടക്കിണറ്റിൽ വെച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ് അതാ മരിച്ചു പോകണം എന്ന നിലക്ക് വീണ്ടും അക്രമം അഴിച്ചുവിട്ട പോകട്ടെ, അതിലൂടെ വഴി നടന്നു പോകുന്നവർക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി ഇറക്കിയ കയറിന്റെ മേലെ പിടിച്ചു തൂങ്ങി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന സൗന്ദര്യമുള്ള ചെറുപ്പക്കാരൻ മേൽഭാഗത്തെത്തിയപ്പോൾ ഇത് ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോയ അടിമയാണെന്ന് ശുദ്ധമായ കളവ് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചില്ലിക്കാശിന് വിറ്റു. എന്നിട്ടും അതാ പക തീരാതെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുത്തി പലപ്പോഴും സംസാരിച്ചിരുന്ന എതിരാളികളായ അസൂയാലുക്കളായ സഹോദരന്മാർ, ആ സഹോദരന്മാർ കൊട്ടാരത്തിലേക്ക് ഭക്ഷണം തേടി വന്നപ്പോൾ അവരോട് ഒരു പകയും കാണിക്കാതെ, ഒരു വിദ്വേഷവും പ്രകടിപ്പിക്കാതെ, അവരെ മനസ്സ് കുത്തി വേദനിപ്പിക്കാതെ, ഒരു നയാകാശം വാങ്ങാതെ മാന്യമായി ഭക്ഷണം കൊടുത്തു തിരിച്ചയക്കുകയും ബാപ്പയെ, അതേ വീട്ടിലുള്ള മറ്റുള്ളവരെ മുന്നിലെത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത ഹിക്മത്തുകൾ പ്രയോഗിച്ച് എല്ലാവരും സദസ്സിലെത്തി, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, അക്രമിച്ചവരോട് യാതൊരു കംപ്ലൈന്റുമില്ല, മർദ്ദനം അഴിച്ചുവിട്ടവരോട് പകരം ചോദിക്കലില്ല, അതേ തെറ്റ് ചെയ്തവരോട് അങ്ങോട്ട് അതേ നിലക്ക് പ്രതികരിക്കലില്ല. അതൊക്കെ പടച്ച റബ്ബിന്റെ ഖദറനുസരിച്ച് അതേ എന്റെ സഹോദരന്മാരെയും എന്നെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി, എന്നെയും സഹോദരന്മാരെയും അകറ്റാൻ വേണ്ടി പിശാച് നടത്തിയ പ്രവർത്തനങ്ങളാണ്, അതിലൊന്നും പ്രതികാരം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായ മനസ്സോടെ സഹോദരന്മാരെയും കുടുംബത്തെയും സ്വീകരിച്ച, വളരെ സ്തുത്യർഹമായ സ്വഭാവം പ്രകടിപ്പിച്ച, അത്യുന്നതമായ നിലവാരം പുലർത്തിയ, മാനുഷിക മൂല്യം 100% ജീവിതത്തിൽ പകർത്തിയ, മാനവികതയെ ഉണർത്തിയ മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിച്ചു. നമുക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ളത്, പ്രവർത്തിക്കാനുള്ളത് അതിനു വേണ്ടി തന്നെയാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലി ഫിദ്ദുനിയ വൽ ആഖിറ توفني مسلما وألحقني بالصالحين. എന്തൊരു പ്രാർത്ഥനയാണത്! ആദ്യം തന്നെ അധികാരസ്ഥനായ റബ്ബിന്റെ അധികാരം അംഗീകരിച്ചുകൊണ്ട് അടിമത്വം പ്രകടിപ്പിക്കുകയാണ്.
അതാണല്ലോ ഏറ്റവും വലിയ നന്ദി പ്രകടനം എന്ന് പറയുന്നത്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച നാഥൻ, ലോകത്തുള്ളത് മുഴുവനും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പാകപ്പെടുത്തിയ ലോകത്തിന്റെ രക്ഷിതാവ്, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, ഗാലക്സികളാകട്ടെ, ഗോളങ്ങളാകട്ടെ, ഈ ഭൂമിയോ ഭൂമിയിലുള്ളതോ എന്താകട്ടെ, അതെല്ലാം മനുഷ്യന് വേണ്ടി. സഖറ ലക്കും ശംസ വൽ ഖമറ, സൂര്യനും ചന്ദ്രനുമെല്ലാം നിങ്ങൾക്ക് വേണ്ടി പാകപ്പെടുത്തിയതാണ്. വൽ അർള വദഅഹാ ലിൽ അനാം, ഈ ഭൂമി പടച്ചതും നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ തുടങ്ങി എല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ഒരു നദിയിലെ വെള്ളം, ആ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തെ സംബന്ധിച്ചും അത് അപകടമാകുമോ എന്ന ഭയത്തെക്കുറിച്ചും രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നൊരു സന്ദർഭം. വെള്ളം പടച്ചത് അല്ലാഹുവാണ്, അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ മനുഷ്യ നന്മക്കല്ലാതെ ഒരു വെള്ളവും ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പാടില്ല എന്നത് ലോകത്തെ പഠിപ്പിച്ച നാഥൻ. അങ്ങനെ എല്ലാ വെള്ളവും വായുവും ഭക്ഷണവും എല്ലാ ലോഹങ്ങളും എല്ലാ മണൽത്തരികളും സസ്യങ്ങളും മത്സ്യങ്ങളും അതേ ഇലകളും പച്ചിലകളും അതേ മരുന്നുകളും ചെറിയ പുല്ല് പുഷ്പങ്ങൾ മുതൽക്ക് ചെറിയ ചിത്രശലഭങ്ങൾ മുതൽക്ക് വലിയ ആൽമരങ്ങൾ വരെ വലിയ തേക്കിന്റെയും മറ്റും മരങ്ങൾ വരെ വലിയ ആനകളും തിമിംഗലങ്ങളും വരെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനായ റബ്ബിന്റെ പാവപ്പെട്ടൊരടിമയാണ് ഞാൻ എന്ന ബോധം അതല്ലേ മനുഷ്യനാദ്യമായി ഉണ്ടാകേണ്ടത്. അത് തന്നെയല്ലേ മനുഷ്യനെന്നും പ്രഖ്യാപിക്കേണ്ടത്. അതാണല്ലോ മനുഷ്യന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോഴല്ലേ മനുഷ്യൻ അഹങ്കാരിയാകുന്നത്, അപ്പോഴല്ലേ മനുഷ്യൻ അസൂയക്കാരനാകുന്നത്, അപ്പോഴല്ലേ മനുഷ്യൻ അക്രമിയാകുന്നത്, അപ്പോഴല്ലേ തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയുമാകുന്നത്. എന്തുകൊണ്ട് മനുഷ്യന് ഏകനായ സൃഷ്ടാവിലേക്ക് അവന്റെ മനസ്സ് തിരിച്ചുകൂടാ? അവൻ ആലോചിച്ചുകൂടെ, ഞാൻ പിരിച്ചു വെക്കുന്ന എന്റെ മീശ, ആ മീശയിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല. ഈ പാവപ്പെട്ട എന്റെ താടിയിലും എന്റെ മീശയിലും എന്റെ തലയിലും ഒരുപാട് രോമങ്ങൾ വെളുത്തുപോയി. ഞാൻ പറയട്ടെ, എന്നോട് സമ്മതം ചോദിച്ചിട്ടില്ല. ഞാൻ ഈ കളറ് മാറ്റുന്ന വിവരം അറിഞ്ഞിട്ടില്ല. എന്റെ രോമമാണെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എന്റെ മീശയിലാണെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അതിന്റെ കളറ് നിയന്ത്രിക്കാനുള്ള അധികാരം പോലും എനിക്ക് ലഭ്യമായില്ല. ഞാൻ തീരുമാനിക്കുന്നത് പലതും ഞാൻ തീരുമാനിച്ചതുപോലെ നടക്കുന്നില്ല. എന്റെ ഡയറിയിൽ കുറിച്ച പല വിഷയങ്ങളും അന്നെനിക്കതിന് സാധിക്കുന്നില്ല. അങ്ങനെയല്ലേ ഏത് മനുഷ്യനുമുള്ളത്? ആർക്കാണിവിടെ സ്വന്തമായി അധികാരമുള്ളത്? ആർക്കാണിവിടെ സ്വന്തമായി അറിവുള്ളത്? ഇല്ല, ഇല്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഒരാഴ്ച മുമ്പ് ഇതേ ദിവസം ഞാൻ ഒരു സ്ഥലത്തൊരു മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ആ മയ്യിത്ത് നിസ്കരിച്ചത് ഒരു അഡ്വക്കേറ്റിന്റെ, ഒരു വക്കീലിന്റെ മയ്യിത്ത് നിസ്കാരമാണ്. അദ്ദേഹം ഞാനൊരു ദിവസം ഞാൻ പഠിച്ച നാട്ടിൽ ചെല്ലുമ്പോ എന്റെ വന്യരായ ഗുരുവര്യർ പുല്ലൂക്കര ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജ വർദ്ധിപ്പിക്കട്ടെ, മഹാനവറുകളുടെ അനുസ്മരണ പരിപാടിയിൽ ബേഡ്ജും കുത്തിയിട്ട് സ്റ്റേജിലിരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പിന്നീട് ഞാൻ മറ്റൊരു മരിച്ച വീട്ടിൽ ചെന്നപ്പോ വളരെ ഭംഗിയായി അദ്ദേഹം ആ വീട്ടിൽ ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും സജീവ പ്രവർത്തന രംഗത്തുണ്ട്. മരിക്കുന്ന ദിവസം മഗ്രിബ് അദ്ദേഹം പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഇശാഇന്റെ ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. അദ്ദേഹം പോയി അവിടെ കിടന്നിട്ടുണ്ട്. ആ കിടന്ന കിടത്തത്തിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെയും നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത്
ഈ പ്രസംഗിക്കുന്ന എനിക്ക്, പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക്, സംഘടിപ്പിച്ച സംഘാടകർക്ക്, SYS വേണ്ടി 25 വർഷം അധ്വാനിച്ച പ്രവർത്തകന്മാർക്ക്, SSFന്റെ പ്രവർത്തകർക്ക്, മറ്റ് സംഘടനാ പ്രവർത്തകർക്ക് ഒരാൾക്കും പറയാൻ കഴിയുന്നില്ല. എന്റെ മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയുന്നില്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ അറിവില്ലാത്തവനാണ്. എനിക്ക് എന്റെ ശരീരത്തെക്കുറിച്ച് ഇനി എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ, എത്ര സെക്കൻഡുകൾ, എത്ര വർഷങ്ങൾ ഒരു നിലക്കും താഴോട്ടും മേലോട്ടും കൂട്ടിയാൽ എനിക്ക് പറയാൻ സാധ്യമല്ല. എന്റെ മരണം എപ്പോഴാണെന്നതിനെ കുറിച്ച് ഒരറിവുമില്ല. പോരാ, മരണത്തെക്കുറിച്ചറിയില്ല. നാളെ ഞാൻ ഈ സമയത്ത് എവിടെയാണെന്നറിയില്ല. എനിക്ക് ഇനി അടുത്ത സെക്കൻഡിൽ എന്റെ ഗതി എന്താണെന്നറിയില്ല. എല്ലാം അറിയുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. സർവാധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഒരു മനുഷ്യൻ അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കവനോട് ചോദിക്കാനുണ്ട്, നിനക്ക് സ്വന്തത്തിൽ വല്ലതും കഴിയുമോ? നിന്റെ തീരുമാനം നടപ്പാക്കാൻ കഴിയുമോ? നിനക്ക് സ്വന്തത്തിൽ എന്തിനെങ്കിലും സാധിക്കുമോ? ഇല്ല എന്നല്ലാതെ സാധിക്കുമെന്ന് മറുപടി പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഡോക്ടർമാർ രോഗികളായി പോവുകയില്ല, ഒരിക്കലും പണ്ഡിതന്മാര് പഴച്ചു പോവുകയില്ല, ബുദ്ധിയുള്ളവരൊരിക്കലും തന്നെ അബദ്ധത്തിൽ ചാടുകയില്ല. പക്ഷേ നമുക്കറിയാം, ലോകത്തുള്ള പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് വലിയ ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് റിസർച്ചുകളുണ്ട്, കണ്ടുപിടുത്തങ്ങളുണ്ട്. പക്ഷേ ഈമാനിന്റെ വെളിച്ചം ലഭിച്ചില്ല. ഏറ്റവും വലിയ സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല.